സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. കോഴിക്കോട്ട് ജനിച്ചു വളർന്ന, ഇന്നും ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എഴുത്തുകാരിയായ MD രാധിക. ഇടയ്ക്ക് ഒരു 8 മാസം ജോലി സംബന്ധമായി മറ്റൊരിടത്ത് താമസിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വലുതായ അസംതൃപ്തി എനിക്കിന്നും ഓർമ്മയുണ്ട്. എന്റെ ജന്മദേശത്തെ കാറ്റിനെയും വെളിച്ചത്തെയും ഞാൻ എത്രമേൽ സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായത് അന്നാണ്. കോഴിക്കോട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. വിദേശികൾ ധാരാളമായി വന്നുപോയ ഇടം. വ്യത്യസ്തതകളെ സമന്വയിക്കുന്നതിൽ കേരളത്തിൽ അദ്വിതീയ സ്ഥാനം കോഴിക്കോടിന് തന്നെയായിരിക്കും. സാമൂഹ്യമായ സാംസ്കാരികമായ ആ തുറസ് ശ്വസിച്ചുകൊണ്ടാണ് കോഴിക്കോട്ടെ കുട്ടികൾ വളരുന്നത്. കെട്ടകാലത്തും ഈ ഉൾവെളിച്ചം അണയാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. മാനാഞ്ചിറ പോലെ ആർദ്രമാണ് കോഴിക്കോടിന്റെ ഹൃദയം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടുകാലം മുതൽക്കേ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നിട്ടും വെറും കച്ചവടത്തിന്റെ കണ്ണിൽ ചോരയില്ലാത്ത രീതികളല്ല ഇവിടുത്തെ മനുഷ്യരുടേത്. അവർ സംഗീതത്തെയും സാഹിത്യത്തെയും സിനിമയെയും സ്പോർട്സിനെയും പ്രണയിക്കുന്നവരാണ്. നല്ല ഭക്ഷണത്തിലൂടെയും ഇളം കാറ്റു വീശുന്ന കടൽത്തീര സായാഹ്നങ്ങളിലൂടെയും വിപണിയുടെ എണ്ണമറ്റ കൗതുകങ്ങളിലൂടെയും ജീവിതം ആഘോഷമാക്കുന്നവരാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന മങ്ങിയ വെളുപ്പും കടും ചുമപ്പുമായ കോഴിക്കോടൻ ഹൽവ പണ്ട് ഇവിടത്തെ കല്യാണ വിരുന്നുകളിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. വാഴയിലയിൽ പൊതിഞ്ഞ് അവ അയൽ വീടുകളിലും എത്തും. മധുരം എനിക്കിന്ന് നിഷിദ്ധമാണെങ്കിലും ആ കുട്ടിക്കാല രുചി ഇന്നും എന്റെ ഗൃഹാതുരത്വമാണ്. ഒരു സസ്യാഹാരി ആയതിനാൽ എന്റെ നാടിന്റെ സസ്യേതര വിഭവങ്ങളുടെ കേൾവി കേട്ട സ്വാദ് എനിക്ക് അന്യമാണെന്നത് എന്റെ ഒരു സ്വകാര്യ നഷ്ടവും. കോഴിക്കോട്ടെ കായ വറുത്തതിന്റെ മഹിമ പിന്നെ പറയേണ്ടത്. കോഴിക്കോട് ഇന്ന് സാഹിത്യ നഗരം എന്ന പദവി കൂടി നേടിയിരിക്കുന്നു. കോഴിക്കോട്ടുകാരുടെ അനന്യമായ സഹൃദയത്വത്തിന് കിട്ടിയ സാർവദേശീയ പുരസ്കാരം എന്ന് ഞാൻ അതിനെ വിളിക്കും. ആകാശവാണി കോഴിക്കോട് സാഹിത്യരംഗം. MD രാധികയുടെ കഥ അപൂർണം. മാനാഞ്ചിറയ്ക്കടുത്തുള്ള പച്ചപ്പുൽ മൈതാനത്തിന്റെ ഒരു കോണിലായിരുന്നു വേദി. മുകളിൽ നക്ഷത്രങ്ങൾ കാതോർത്തു നിൽക്കുന്ന ആകാശം. വായുവിൽ ഡിസംബറിലെ നേർത്ത തണുപ്പ്, ഇടയ്ക്കിടെ കാറ്റും. വർഷങ്ങൾക്കു ശേഷമായിരുന്നു അയാൾ കോഴിക്കോട്ട് വരുന്നത്. യുവകവികളുടെ സമ്മേളനത്തിലേക്ക് മകൾ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മാത്രം. അവളുടെ ഊഴമായിരുന്നു. കവിത അയാൾ നേരത്തെ വായിച്ചിരുന്നില്ലെങ്കിലും സ്വന്തം രചന വിലയിരുത്തുന്ന കാര്യത്തിൽ മകൾ എന്നും അവളെ തന്നെ വിശ്വസിച്ചിരുന്നുള്ളൂ. അതിന്റെ പേര് അവൾ അച്ഛനോടും അമ്മയോടും യാത്രയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു: അപൂർണമായ ആലിംഗനങ്ങൾ. പാടെ പാളിപ്പോയ ഒരു പ്രണയബന്ധത്തിന് ശേഷം മറ്റൊരാളെ മകൾ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. മൈക്ക് സ്വന്തം പൊക്കത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ താഴ്ത്തി മധുരമായ ശബ്ദത്തിൽ വ്യക്തതയോടെ അവൾ വായിക്കാൻ തുടങ്ങി. ആദ്യ രാത്രിയിൽ മറ്റുള്ളവർ തേടിക്കൊണ്ടുവന്ന വരൻ വധുവിനെ ആലിംഗനം ചെയ്തപ്പോൾ മകൾ വായിക്കുകയായിരുന്നു. അവളുടെ മനസ്സ് അത് നോക്കി അയാളുടെ കരവലയത്തിനു പുറത്ത് മരവിച്ചു നിന്നു. വർഷങ്ങൾക്കപ്പുറത്തു നിന്ന പൊടുന്നനെ ഒരു മൃദുലമായ കരതലം അയാളുടെ ചുമലിൽ മെല്ലെ അമർന്നു. എന്താണിത് എന്ന് അമ്പരപ്പോടെ താൻ ഞെട്ടിപ്പിന്മാറിയത് അയാൾ ഓർത്തു. അയാളുടെ മേലുദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയുടെ ഭംഗിയുള്ള മുഖം പെട്ടെന്ന് വിളറി. അതും ഇതുപോലെ നിലാവുള്ള ഒരു രാത്രിയായിരുന്നു. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.